നാരായൺപൂർ ദന്തേവാഡ അതിർത്തിയിലെ വനത്തിൽ ജില്ലാ റിസർവ് ഗാർഡും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. AK സീരീസ് ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. പോലീസും CRPF ഉദ്യോഗസ്ഥരും മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. 56 വർഷം മുൻപ് ലഡാക്കിൽ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെ പത്തനംതിട്ട കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്നു. ഹിമാചൽ പ്രദേശിൽ 56 വർഷം മുമ്പുണ്ടായ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾക്കാണ് ജന്മനാടായ ഇലന്തൂർ സാക്ഷ്യം വഹിച്ചത്. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 10:30 പൂർണ്ണ സൈനിക അകമ്പടിയോടെയാണ് ഇലന്തൂരിലെ തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിനും വീട്ടിലെ ചടങ്ങുകൾക്കും ശേഷം വിലാപയാത്രയായി ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെത്തിച്ചു. പള്ളിയിലും നിരവധി പേരെത്തി ധീരസൈനികന് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണറിന് ശേഷം 56 വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ തോമസ് ചെറിയാന് അന്ത്യവിശ്രമം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ്